ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തിയവർക്കെതിരെയുള്ള പത്തനംതിട്ട പുറമറ്റം സ്വദേശി കെ.ജി. രാജന്റെ മൗനവ്രത പ്രതിഷേധം അവസാനിച്ചു. 41 നാൾ ശബരിമലയ്ക്കായി മൗനവ്രതം ആചരിച്ച ശേഷം ശരണം വിളികളോടെയാണ് വ്രതം വെടിഞ്ഞത്. മൗനവ്രത നാളുകളിൽ തന്നെ സ്വർണം കട്ടവർ ജയിൽ അഴിക്കുള്ളിലായത് ധർമ്മസമരത്തിന്റെ ഫലപ്രാപ്തി എന്നാണ് രാജനും കൂടെയുണ്ടായിരുന്നവരും കരുതുന്നത്. അധർമ്മികൾ കട്ടുമുടിപ്പിക്കുന്ന ശബരിമലയുടെ സ്വത്തും പരിശുദ്ധിയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു കെ.ജി. രാജന്റെ മൗനവ്രത പ്രതിഷേധം. 41 നാൾ വ്രതം പൂർത്തിയാക്കി രാജൻ മൗനം വെടിഞ്ഞു. സൽസ്വരൂപാനന്ദ സ്വാമി വിളിച്ചുകൊടുത്ത ശരണം ഏറ്റുവിളിച്ചായിരുന്നു മൗനവ്രതം അവസാനിപ്പിച്ചത്. തന്റെ പ്രതിഷേധ നാളുകളിൽ തന്നെ സ്വർണം കട്ടവർ അഴിക്കുള്ളിലായത് ഫലപ്രാപ്തിയായാണ് രാജൻ കരുതുന്നത്. ആചാരങ്ങളിലോ ഹിന്ദുക്കളുടെ ഒരു കാര്യങ്ങളിലോ വിശ്വാസമില്ലാത്തവർ ഈ വാഴപ്പിണ്ടി വെട്ടിനാട്ടിയ പോലെ ശബരിമല നടയിൽ ചെന്നിട്ട് വെറുതെ നിൽക്കുകയാണ് കൈയും കെട്ടി. തീർത്ഥം കൊടുക്കുന്നു, തീർത്ഥം കളയുന്നു, ഒന്ന് തൊഴാൻ പോലും അവർക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെയുള്ള രാക്ഷസന്മാർ, കള്ളന്മാരാണ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഈ ഭരണത്തിൻ്റെ ഷെൽട്ടറിൽ നിന്നുകൊണ്ട് ക്ഷേത്രങ്ങളെയെല്ലാം കൊള്ളയടിക്കുകയാണ്. ശബരിമലയ്ക്കും വിശ്വാസത്തിനും വേണ്ടിയുള്ള സമരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തും ഹൈന്ദവ സമൂഹവും കെ.ജി. രാജന് എല്ലാ പിന്തുണയും നൽകി കൂടെയുണ്ടായിരുന്നു. രാജൻ ചേട്ടൻ കഴിഞ്ഞ 41 ദിവസമായിട്ട് മൗനവ്രതത്തെ ഭരിച്ചിരിക്കുകയായിരുന്നു. ഇതോടനുബന്ധിച്ച് മൗനവ്രതത്തോടനുബന്ധിച്ച് പക്ഷേ മറ്റ് ചില സംഗതികളിൽ കൂടി നമ്മുടെ സമാജത്തിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് എല്ലാ ദിവസങ്ങളിലും ഭജന അവിടെ നടന്നിരുന്നു. ഭക്തജനങ്ങളൊക്കെ കൂടി അവിടെ ഭജന നടന്നിരുന്നു. 41 നാളുകളിൽ സത്സംഗങ്ങളും പ്രാർത്ഥനായോഗങ്ങളും രാജന്റെ വീട്ടിലും പോരിട്ടിക്കാവ് ക്ഷേത്രത്തിലുമായി നടന്നു വന്നിരുന്നു. ജനം, പത്തനംതിട്ട.